മക്കളെ, സ്നേഹാവസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലെ. നമ്മുടെ ഓണം എക്സാം ഒക്കെ അടുത്തെത്താറായിട്ടുണ്ട് നല്ല ഓണം എക്സാം ആയി ഇത് തുടങ്ങാൻ പോവാണ് അല്ലെ. അപ്പൊ ഹിന്ദിയിൽ നമുക്ക് ടോട്ടൽ 4 ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചു തീർക്കാനുള്ളത്. അതായത് ഉസ് ധർത്തി ഹെ ഉസ് കിസാൻ കി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലേ, യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി എന്ന് പറയുന്ന ഒരു കവിതയുണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. കർഷകരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കവിത അല്ലെ. ആ കവിത വരെ നമുക്ക് എന്തായാലും എക്സാമിന് ചോദിക്കും. അതുവരെ നമ്മൾ പൊളിയായിട്ട് എന്റെ മക്കൾ പഠിച്ചിട്ട് പോയിക്കോളാം. നമ്മളുടെ മാരത്തോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ മറക്കാതെ മക്കൾ കാണാം കേട്ടോ. ഇന്ന് നമ്മൾ ഇതിനെ കുറിച്ചിട്ടൊന്നുമല്ല സംസാരിക്കാൻ പോകുന്നത്. ഓണം എക്സാമിനും ഷുവർ ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനെ കുറിച്ചിട്ടാണ്. അതായത് പ്രൊഫൈൽ. ഗാന്ധിജിക്ക് നമക് കഥ എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ പ്രൊഫൈലിനെ കുറിച്ച് ഒരു ഏകദേശം ഒരു ഐഡിയ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ ചോദിക്കുമെന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല. പ്രൊഫൈൽ തയ്യാറാക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നിർബന്ധമായിട്ടും നമ്മുടെ എക്സാമിന് ചോദിക്കും. അതായത് പറഞ്ഞു തരാം മിസ്, എന്താ പ്രൊഫൈല് എന്നുള്ളതൊക്കെ ഏകദേശം മക്കൾക്ക് അറിയാം. എന്താണ് ഒരാളുടെ പേര്, ജനിച്ച സ്ഥലം, അമ്മയുടെ പേര്, അച്ഛന്റെ പേര്, പിന്നെ എന്തെങ്കിലും അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, പിന്നെ എന്താണ് അവരുടെ പദവി എന്താണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയും കൊണ്ടുള്ള സംഭവമാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത് അല്ലെ. മക്കൾ സ്വന്തമായിട്ടൊന്നും പ്രൊഫൈൽ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ഹിന്റ് തരും. നമ്മുടെ എക്സാമിന് എന്ത് ചെയ്യും, ഒരാളെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തരും. അത് എന്ത് ചെയ്താൽ മതി, പ്രൊഫൈലിന്റെ ഒരു ഫോർമാറ്റിൽ എഴുതി വെച്ചാൽ മാത്രം മതി. സുഖമായിട്ട് എഴുതാൻ പറ്റുന്ന സാധനമാണ്. ഓക്കെ, അതിനു വേണ്ടി ഒരു എക്സാമ്പിൾ മിസ് തരാം. ഇത് കണ്ടോ, ഈ ഒരു സംഭവം കണ്ടോ, നമ്മുടെ 2024 അതായത് 2024 നമ്മുടെ ഓണം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ടുള്ള ഹിന്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതാണ് മക്കളോട് പ്രൊഫൈൽ രൂപത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും എന്റെ മക്കൾ എന്ത് ചെയ്യണം, ഈ ഫോർമാറ്റ് പഠിച്ചു വെക്കണം. ആരുടെ ചോദിക്കട്ടെ, ചിലപ്പോൾ ഗാന്ധിജിയുടെ ചോദിക്കാം, മദർ തെരേസ, അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ആരുടെ വേണമെങ്കിലും ചോദിക്കാം. ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഫോർമാറ്റ് ഒക്കെ ഒരേപോലെ ആയിരിക്കും. പ്രൊഫൈലിന് ഒരു രൂപമുണ്ട്, ആ രൂപത്തിൽ തന്നെ എന്റെ മക്കൾ എഴുതണം. ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ കൃത്യമായിട്ട് മക്കൾക്ക് മനസ്സിലാവും കേട്ടോ. സംഗീത് പടേ ഒരു പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സംഗീത് എന്താണ്, ഹിന്റ് ആണ്. ഈ തന്നിരിക്കുന്ന ഹിന്റ് വായിക്കാൻ, എന്നിട്ട് പ്രശ്നം എന്താണ്, ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിന് ചോദിച്ചിട്ടുണ്ട്. നോക്ക, ആദ്യം ആ ഹിന്റിന്റെ അർത്ഥം മിസ് വായിക്കാവേ. നോക്ക, നാം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ജന്മ ഇലഹാബാദിലാണ് ജനിച്ചത് എന്നുള്ള കാര്യം തന്നു. മാതാ സ്വരൂപ് റാണി, അമ്മ ആരാണ്, സ്വരൂപ് റാണിയാണ് തന്നു. പിതാ മോത്തിലാൽ നെഹ്റു, അച്ഛൻ ആരാണ്, മോത്തിലാൽ നെഹ്റു ആണെന്ന് തന്നു. ഓക്കെ, പിന്നെ എന്താ തന്നത് നോക്കിക്കേ, ബച്ചെ പ്യാർ സെ ചാച്ചാജി ബുലാത്തെ ഹേ, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താണ് സ്നേഹത്തോടെ എന്താണ് പ്യാർ സെ ചാച്ചാജി എന്നാണ് വിളിക്കുന്നത്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. പിന്നെ ഭാരത് കെ പ്രഥം പ്രധാനമന്ത്രിയാണ്, നമ്മുടെ ഭാരതത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം മക്കൾ ചെയ്തു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് വായിക്കുക. ആരെ കുറിച്ചിട്ടാണ്, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ അത് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ശ്രദ്ധിച്ചോളൂ, അതിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്, നെഹ്റു ജി കോ ബച്ചെ പ്യാർ സെ ക്യാ ബുലാത്തെ തെ. നോക്കി, ബുലാത്തെ ഹേ എന്താ പറഞ്ഞത്, നെഹ്റുജിയെ ബച്ചെ നമ്മുടെ കുട്ടികള് പ്യാർ സെ സ്നേഹത്തോടെ എന്താണ് വിളിക്കാറ്. നമുക്ക് ദേ ഇവിടെ തന്നെ ആൻസർ തന്നിട്ടുണ്ട്. എന്താ വിളിക്കാറ്, ജവഹർലാൽ നെഹ്റു എന്നാണോ വിളിക്കുന്നത്? അല്ല, എന്താ വിളിക്കാറ് നമ്മള്, ചാച്ചാജി എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, ദേ ചാച്ചാജി എന്ന് പറയുന്നതാണ്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സാധനമാണ് അല്ലെ. രണ്ടാമത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇമ്പോർട്ടന്റ്. നോക്കിക്കേ, നെഹ്റുജിയുടെ പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പ്രൊഫൈൽ തയ്യാറാക്കുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി മിസ് പറയാൻ പോകുന്നത്. പ്രൊഫൈൽ എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മക്കൾക്ക് ഹെഡിങ് ഇടാം. പ്രൊഫൈൽ എന്ന് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒരു ഹെഡിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം നോക്കിക്കേ, നാം എന്നുള്ളതാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്. നാം എന്ന് വെച്ചാൽ എന്താണ്, നെയിം ആണ്. ഓക്കെ, ഇതേ ഓർഡറിൽ എഴുതണേ, ഓർഡർ തെറ്റിക്കരുത്. ആദ്യം നമ്മൾ നെയിം ആണ് എഴുതി കൊടുക്കുന്നത്. നെയിം എന്താ നമുക്കൊക്കെ അറിയാം, ജവഹർലാൽ നെഹ്റു ആണ്. പിന്നെ കുട്ടികൾ അദ്ദേഹത്തിന് ഇഷ്ടത്തോടെ ഒരു പേര് വിളിക്കാറുണ്ടല്ലോ, ചാച്ചാജി. ആ പേര് നമ്മൾ സൈഡിൽ ഏഡ് ചെയ്ത് കൊടുക്കുകയാണ്. നോക്കിക്കേ, ബച്ചെ ഉനെ, കുട്ടികൾ അദ്ദേഹത്തിനെ ബഹുത് പ്യാർ കർത്തേ തെ, വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഉനെ ചാച്ചാ നെഹ്റു കർത്തേ തെ, അല്ലെങ്കിൽ ചാച്ചാജി എന്ന് വിളിക്കുമായിരുന്നു. ചാച്ചാജി എന്ന് എഴുതിയാൽ മതി കേട്ടോ, ചാച്ചാജി എന്ന്. ബുലാത്തെ തെ, ഇതേ സാധനം എഴുതി വെച്ചാലും മതി. ബച്ചെ പ്യാർ സെ ചാച്ചാജി ബുലാത്തെ തെ എന്ന് എഴുതിയാൽ മതി. ഇതേപോലെ ലോങ് ആയിട്ടൊന്നും എഴുതണ്ട, ഇതേ സാധനം അതേപോലെ എഴുതി വെച്ചാലും മതി. ഓക്കെ, നെക്സ്റ്റ് ആരാണ്, ഒന്നാമത്തെ നാം എഴുതിയേ. രണ്ടാമത്തെ എന്താണ്, ജന്മസ്ഥാനാണ്. ജനിച്ചത് എവിടെയാണ് തന്നിട്ടുണ്ട്. എന്താണ്, ഇലഹാബാദിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലഹാബാദ് എന്ന് എഴുതിയെടുക്കുന്നു. അപ്പൊ ഇതിങ്ങനെ എഴുതണം, നാം ജന്മസ്ഥാൻ എന്ന് പറഞ്ഞ് 2 കുത്തൊക്കെ ഇട്ടിട്ട് വൃത്തിക്ക് വേണം എഴുതാൻ വേണ്ടിട്ട് കേട്ടോ. പിന്നെ നോക്കാം,
മാതാക്കാനാം, അമ്മയുടെ പേരാണ് നമ്മൾ മൂന്നാമത്തെ എഴുതുന്നത്. എന്താണ്? സ്വരൂപ് റാണി എന്ന് നമ്മൾ എഴുതി. നാലാമത്തെ നമ്മൾ എന്ത് എഴുതുന്നു? പിതാക്കാനാം, അച്ഛന്റെ പേര് എഴുതുന്നു. നോക്കിക്കേ, മോത്തിലാൽ നെഹ്റു എന്നുള്ളത് എഴുതുന്നു. അഞ്ചാമത് നമ്മൾ പദ് എന്ന് വെച്ചാൽ എന്താണ്? പദവിയാണ്. അദ്ദേഹം എന്ത് പദവിയിലായിരുന്നു ഇരുന്നത്? നോക്കുക, ഭാരതത്തിന്റെ പെഹലെ പ്രധാനമന്ത്രി, ആദ്യത്തെ പ്രധാനമന്ത്രി എന്നുള്ള പൊസിഷനിലായിരുന്നു, പദവിയിലായിരുന്നു, പതിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? മക്കൾക്ക് തന്നതുകൊണ്ട് മക്കൾ എഴുതുന്നു. ഇത്രയും എഴുതി കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ട് മക്കൾക്ക് മാർക്ക് കിട്ടും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നാമ്, ജന്മസ്ഥാനം, അമ്മ, മാതാക്കാ നാം, പിതാക്കാ നാം, പദ്, ഈ ഒരു കാര്യങ്ങൾ മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. ഇനി എന്റെ മക്കൾ നോക്കുക, ചിലപ്പോ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസിൽ വേറെ വേറെ ആൾക്കാരല്ലേ തരാൻ പോകുന്നത്. ഇങ്ങനൊരു സംഭവം വരികയാണ്. അതായത് തന്നിരിക്കുന്ന ഏതോ ഒരാളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ മക്കൾക്ക് തന്നു. അതായത് ഇവിടെയാണ് പഠിച്ചത്, ഇതാണ് സ്കൂള്, ഇതാണ് കോളേജ് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ മക്കൾ എഴുതേണ്ട എന്താ അറിയോ? യോഗ്യതായും എന്നുള്ള ആ ഒരു ഭാഗത്ത് യോഗ്യത, എന്തൊക്കെ യോഗ്യതയുണ്ട്, ഡിഗ്രി ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കോളം കൂടി ഇട്ട് കൊടുക്കണം. ചിലപ്പോൾ ഹിന്ദിയിൽ അവരുടെ എഡ്യൂക്കേഷണൽ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ യോഗ്യതായം എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൂടി മക്കൾ എന്ത് ചെയ്യണം? ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നാണ് മിസ് പറഞ്ഞത്. അഥവാ വരികയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ട് മക്കൾക്ക് വരരുതെന്ന് വിചാരിച്ചിട്ടാണ്. എങ്ങനെ വന്നാലും നിങ്ങൾ എഴുതണം. ഇനി നോക്കുക, ഒരു പക്ഷേ എന്ത് തന്നു? അവരുടെ നേട്ടങ്ങളെ കുറിച്ചിട്ടാണ് തന്നത്. ഉപലബ്ധിയാം, ഇത് എഴുതി പഠിക്കണം കേട്ടോ മക്കള്. നേട്ടങ്ങളാണ് തന്നത്. ചിലപ്പോൾ ഒരു ഒളിമ്പിക്സ് മെഡൽ, എന്തെങ്കിലും ഒരു മെഡലൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ള ഒരാളെ കുറിച്ചിട്ടാണ് തന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നതാണ്. ഇത്ര വർഷത്തിൽ ഇവർക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഇങ്ങനൊരു നേട്ടം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഹിന്ദിയിൽ തന്നാല് മക്കളെ എങ്ങനെ എഴുതേണ്ടത്? ഉപലബ്ധിയാം എന്ന് ഇട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഈ ഒരു 2 കാര്യം കൂടി മക്കൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. അമ്മയുടെയും അച്ഛന്റെയും പേരും പദവും കൂടാതെ ഉപലബ്ധി എന്ന് പറഞ്ഞ സാധനം, യോഗ്യതായും എന്ന് പറഞ്ഞ സാധനം എന്തായാലും ആലോചിച്ച് വെക്കണം. ഇതും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ പ്രൊഫൈൽ എന്ന് പറഞ്ഞ സാധനം വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഇനി കൺഫ്യൂഷൻ അടിച്ചൊന്നും നിൽക്കണ്ട, ഈ ഫോർമാറ്റ് പഠിച്ചങ്ങ് വെച്ചാൽ മതി. അത് പക്ക ആയിരിക്കണം. ഈ ഓർഡറിൽ തന്നെ എന്റെ മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോകുക കേട്ടോ. ഓക്കെ യെസ്. അപ്പൊ ഇതേപോലുള്ള കുഞ്ഞു കാര്യങ്ങളുമായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. എന്റെ മക്കൾ ഓണം എക്സാം ഒക്കെ സൂപ്പർ ആയിട്ട് എഴുതിക്കോളാം. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.